ഹലോ മച്ചാന്മാരെ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫ്രീ വീൽ ഹബിനെ കുറിച്ചുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഫ്രീ വീൽ ഹബ്. ഫ്രീ വീൽ ഹബ് എന്തിനു ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കണം, ഇതിൻ്റെ ഗുണവും ദോഷവും ഇതിൻ്റെ വർക്കിങ്ങും ഉൾക്കൊള്ളിച്ചതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഫ്രീ വീൽ ഹബ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, ഫോർ വീൽ വാഹനങ്ങൾക്ക് മൈലേജ് കുറവായതുകൊണ്ട് തന്നെ പ്രധാനമായും മൈലേജ് വർദ്ധിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫോർ വീൽ വാഹനങ്ങളായ ജീപ്പ്, പിക്കപ്പ്, MM540, MM550, മർഷൽ, ജിപ്സി, ബൊലേറോ എന്നീ വാഹനങ്ങളിൽ ഫ്രീ വീൽ ഹബ് പിടിപ്പിക്കാവുന്നതാണ്. ഡീസലിന് 100 രൂപ ആയി നിൽക്കുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഫ്രീ വീൽ ഹബ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഫ്രീ വീൽ ഹബ് ഉപയോഗിക്കുന്നതിലൂടെ മൈലേജിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന്. അതിനായി വീഡിയോ മൊത്തം കാണുക. സാധാരണ സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്നത് ഈ ടൈപ്പ് ഹബ്ബാണ്. പ്ലാഞ്ചും ഫ്രീ വീൽ ഹബും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നതിനായി ഇവിടെ ജീപ്പിൻ്റെ ഫ്രണ്ട് ടയർ ഒരെണ്ണം ജാക്കി വെച്ച് പൊക്കി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ മൈലേജിലെ മാറ്റം അറിയുന്നതിന് വേണ്ടി ഫ്രീ വീൽ ഹബിൻ്റെ ഫ്രീ എന്നുള്ളത് നമ്മൾ ലോക്കാക്കി, അതുപോലെ ആ സൈഡിലും ലോക്കാക്കിയിട്ടുണ്ട്. പിന്നെ ജാക്കി വെച്ച് ഒരു സൈഡ് പൊക്കി, ഇനി ടയർ കറക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ടയർ മാത്രമല്ല കറങ്ങുന്നത്, ടയറിൻ്റെ കൂടെ ഹൗസിങ്ങും ജോയിൻറ്റും കറങ്ങുന്നു. ഇതാണ് സ്റ്റോക്ക് ഫോർ വീൽ ജീപ്പുകളിൽ 2 വീൽ ഡ്രൈവിൽ സംഭവിക്കുന്നത്. ഹൗസിങ്ങും ജോയിൻറ്റും കറങ്ങാൻ വേണ്ടി ടയർ എനർജി എടുക്കുന്നുണ്ട്. ഈ എനർജിയാണ് മൈലേജായി നഷ്ടപ്പെടുന്നത്. 2 ഓപ്ഷൻസ് ആണ് വരുന്നത്, ഒന്ന് ഫ്രീയും പിന്നെ ലോക്കും. പിന്നെ ഇനി ഫ്രീ ആണ് ആക്കാൻ പോകുന്നത്. ഈ ടയറും ഫ്രീ ആക്കി, അതുപോലെ ഇപ്പുറത്തെ സൈഡും ഫ്രീ ആക്കി ഇനി ടയർ കറക്കി വെക്കാനാണ്. ഇനി ഫ്രീ വീൽ ഹബ്ബ് പിടിപ്പിച്ചിട്ടുള്ള 4 വീൽ വണ്ടികളിൽ 2 വീൽ ഡ്രൈവിൽ ഹബ്ബ് ഫ്രീ ആക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. ഈ പ്രവർത്തനത്തിലൂടെ ഓൺ റോഡിൽ ഫ്രീ വീൽ ഹബ്ബ് പിടിപ്പിച്ച 4 വീൽ വാഹനത്തിൻ്റെ 2 ടയറിനെയും ആക്സിലിൽ നിന്നും ഫ്രീ ആക്കിക്കൊണ്ട് എനർജി സേവ് ചെയ്യുന്നതിലൂടെ മൈലേജ് വർദ്ധിക്കുന്നു. ഇതാണ് ഫ്രീ വീൽ ഹബിൻ്റെ വർക്കിംഗ്. ഇതിനൊക്കെ നോക്കാനുള്ളത് ഫ്രീ വീൽ ഹബിൻ്റെ ഉള്ളിലെ വർക്കിംഗ് ആണ്, അതായത് ഫ്രീ വീൽ ഹബിൻ്റെ വർക്കിംഗ് ആണ്. അതിനായി ഫ്രീ വീൽ ഹബ് ഊരുകയാണ്. ഇതാണ് ഫ്രീ വീൽ ഹബിൻ്റെ ഉൾവശം. അതിൻ്റെ 2 മൂഡ്. ഇത് ആക്സില്. ഫ്രീ വീൽ ഹബിന് മെയിനായിട്ടും ഇതിന് 5000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. 5000 രൂപയാണ് രണ്ടെണ്ണത്തിന് സെറ്റിന്. ഇതിൽ ഒരു സൈഡ് ഫ്രീയും ഒരു സൈഡ് ലോക്കുമാണ്. നമ്മളിപ്പോൾ ഇത് ഫ്രീയിലാണ് കിടക്കുന്നത്. ഫ്രീ എന്ന് പറയുമ്പോൾ ടയർ ഇത് കണ്ടോ, ആക്സിലിന് ബന്ധമില്ലാണ്ട് ടയർ മാത്രം കറങ്ങുന്നതിനാണ് ഫ്രീ എന്ന് പറയുന്നത്. ആ ഒരു സെറ്റപ്പാണ് ഇതിനകത്തും വരുന്നത്. ഒന്ന് കറക്കി കറക്കട, ഉള്ളിൽ കറക്കട, കൈ വെക്കുക, അതാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, ഇതാണ് ഫ്രീയുടെ അവസ്ഥ. അതായത് 2 വീൽ ഡ്രൈവിൽ മാത്രം ഇതിൻ്റെ ഉള്ള് സ്റ്റഡി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതായത് ഈ ആക്സില് കറങ്ങാതെ നിന്ന് ഈ പുറത്തെ മാത്രം കറക്കുകയാണ് ചെയ്യുന്നത്. ഇത് പിടിച്ചുകൊണ്ട് പുറത്തെ മാത്രം കറക്കി, പുറം കറക്കി. കണ്ടോ, ഇതാണ് ടയറിൻ്റെ AC തന്നെ. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളു കറങ്ങൂല, പക്ഷെ പുറം കറങ്ങും. ഇനി 4 വീൽ ഡ്രൈവിലേക്ക് ഈ സാധനം ലോക്ക് ആക്കുമ്പോഴുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ, ലോക്കാക്കിയാണ് ഫ്രണ്ട്. കണ്ടോ, ഫ്രണ്ട് ലോക്കാക്കി. ഇനി ഉള്ളിൽ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കറക്കാൻ പറ്റുന്നുണ്ടോ നോക്കി. കണ്ടോ, കറക്കുമ്പോൾ ഇത് മൊത്തത്തിൽ ഇറങ്ങുന്നത്, അതായത് ഉള്ളിൽ കറങ്ങുന്നില്ല. കണ്ടോ, അതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വർക്കിങ്. ശരിക്കും പറഞ്ഞാൽ 2 വീൽ ഡ്രൈവിൽ നമ്മൾ ആക്സിലിനെ, അതായത് ജോയിൻറ്റിനെയും കറക്കുന്നുണ്ട് ഫ്രീ വീൽ ഹബ് പിടിപ്പിക്കാത്ത വാഹനങ്ങളിൽ. അപ്പോൾ ഫ്രീ വീൽ ഹബ് പിടിപ്പിച്ച വാഹനങ്ങളിൽ നമ്മൾ ഫ്രീ ആക്കി 2 വീൽ ഡ്രൈവിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ടയർ മാത്രമേ കറങ്ങുള്ളൂ. നേരെ മറിച്ച് ഈ ആക്സിൽ കറങ്ങുന്നില്ല, ആക്സിലും ഉള്ളിലെ ജോയിൻറ്റും.
ഈ ഹബിനെ അപേക്ഷിച്ച് ഈ ഹബിന് ഉള്ള ഗുണം എന്ന് വെച്ചാൽ ഒന്ന് മൈലേജ് വർദ്ധിപ്പിക്കുന്നു 2 വീൽ ഡ്രൈവിൽ. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിന് നല്ല സ്മൂത്ത് ആവൂലേ? പോടാ കോപ്പേ, സ്റ്റിയറിംഗ് സ്മൂത്ത് ആവും ആക്സിൽ ഇറങ്ങിയില്ലെങ്കിൽ. ആക്സിൽ കറങ്ങാത്തോണ്ട് സ്റ്റിയറിംഗ് സ്മൂത്ത് ആവടാ കോപ്പേ. സ്റ്റിയറിംഗ് സ്മൂത്ത് ആവടാ. ചിന്തിച്ചോ, നീ കണ്ട, ഞാൻ കാണിച്ചു തരാം. ഈ ആക്സിൽ ഇറങ്ങാത്തതുകൊണ്ട് തന്നെ സ്റ്റിയറിങ്ങിന് ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തേയ്മാനം കുറയ്ക്കാം, ടയറിന്റെ തേയ്മാനം. അതുപോലെ ആക്സില് പൊട്ടുന്ന ഒഴിവാക്കാം 2 വീൽ ഡ്രൈവിൽ. കാരണം ആക്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അതിന് ഡാമേജ് വരാം, അതും കുറയ്ക്കാം തേയ്മാനം. പിന്നെ ഒരു കാര്യം, 2 വീൽ ഡ്രൈവിൽ ഫ്രണ്ട് ആക്സിൽ കറങ്ങുന്നതിന്റെ ശബ്ദം ഒഴിവാക്കാൻ കഴിയും. ഇതിന്റെ ഒരു ചെറിയ പോരായ്മ, ഇത്രയും വലിയ ഉപകാരം ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു ചെറിയ പോരായ്മ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഫോർ വീൽ ആവശ്യമായി വന്നു, അതായത് ഒരു സ്ഥലത്ത് ഫ്രണ്ട് വീല്, അതായത് ബാക്ക് വീല് സ്ലിപ്പ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് 4 വീലിന്റെ ആവശ്യം വന്നാൽ ഈ സാധനം ഒരു ഡ്രൈവർ മാത്രം ഉള്ളെങ്കിൽ നമ്മൾ പുറത്ത് വന്നത് തിരിക്കേണ്ടതായി വരും. ഇത്രേ ഉള്ളൂ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. ഫ്രീ വീൽ ഹബ് പിടിപ്പിക്കുന്നതിനെക്കാട്ടും മുമ്പ് ജീപ്പിന് 1 ലിറ്റർ ഡീസലിൽ 6 കിലോമീറ്ററാണ് മൈലേജ് കിട്ടിയിരുന്നത്. ഇപ്പോൾ ഫ്രീ വീൽ ഹബ് പിടിപ്പിക്കാൻ തുടങ്ങിയ പിന്നെ 6 എന്നുള്ളത് 8ഉം 9ഉം ആവാൻ തുടങ്ങി. അതായത് 1 ലിറ്റർ ഡീസലിൽ 8 ഇല്ലെങ്കിൽ 9 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. ഇന്നത്തെ ഫ്രീ വീൽ ഹബിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വരും വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.